ചട്ടലംഘനത്തിന്റെ ദൈവക്കളി. തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. നിയമപ്രകാരം ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ മാത്രമാണ് അനുവദനീയം. തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയ സംഭവം കേരളത്തിലെ തദ്ദേശ ഭരണ ചരിത്രത്തിലും ജനാധിപത്യ പ്രക്രിയയിലും നിർണായകമായ ഒരു തിരുത്തലായി മാറുകയാണ്. ഭരണഘടനാപരമായ ചട്ടങ്ങളും വ്യവസ്ഥകളും കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര താൽപര്യങ്ങൾ നിയമനിർമ്മാണ സഭകളിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കോടതി ഉത്തരവ്. ജനാധിപത്യത്തിന്റെ കാവലാളായി മാറേണ്ട ഉദ്യോഗസ്ഥ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ കൂടി തുറന്നുകാട്ടുന്ന ഈ വിധി ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 143-ാം വ്യവസ്ഥയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്നിവയിൽ ഒന്നാണ് സത്യപ്രതിജ്ഞയ്ക്കായി തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ അയ്യപ്പൻ, ആറ്റുകാലമ്മ, ഭാരതാംബ, ഗുരുദേവൻ, ബലിദാനികൾ തുടങ്ങിയ വിവിധ നാമങ്ങളിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശ്വാസവും രാഷ്ട്രീയവും വ്യക്തിപരമായിരിക്കാം. എന്നാൽ ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ ഒരു ചട്ടക്കൂടുണ്ട്. അതിനെ മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവങ്ങളുടെയും രാഷ്ട്രീയ ബലിദാനികളുടെയും പേരുകൾ കൂട്ടിച്ചേർക്കുന്നത് ശുദ്ധമായ ചട്ടലംഘനമാണ്. നിയമം അനുശാസിക്കുന്ന ഫോർമാറ്റിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പവിത്രതയെയും ഗൗരവത്തെയും ചോർത്തിക്കളയുന്ന നടപടിയാണ്. ഈ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ നിലപാടാണ്. സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് CPM കൗൺസിലർ SP ദീപക് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഉന്നയിക്കണമായിരുന്നു എന്ന സാങ്കേതിക വാദമാണ് കളക്ടർ നിരത്തിയത്. വരണാധികാരി എന്ന നിലയിൽ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം കളക്ടർക്കായിരുന്നു. ചട്ടവിരുദ്ധമായ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ തന്നെ അതിനെ തിരുത്താൻ തയ്യാറാകാതിരുന്ന കളക്ടറുടെ നടപടി ജനാധിപത്യ വിരുദ്ധതയ്ക്ക് മൗനാനുവാദം നൽകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് BJP കൗൺസിലർമാർക്ക് മാത്രമല്ല, തങ്ങളുടെ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥ ഭരണകൂടത്തിനുമേറ്റ ശക്തമായ പ്രഹരം കൂടിയാണ്. വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിലെ ദൈവസങ്കല്പങ്ങൾ വ്യത്യസ്തമായിരിക്കാമെന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തികളെയോ ആൾ ദൈവങ്ങളെയോ ആരാധിക്കുന്നവരെ തെറ്റു പറയാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ നിയമപരമായ ഒരു പ്രതിജ്ഞാ ചടങ്ങിൽ ഇത്തരം ആൾ ദൈവങ്ങളുടെയും മറ്റും പേരുപയോഗിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി അടിവരയിട്ടു പറഞ്ഞു. 4 ആഴ്ചയ്ക്കകം ഈ 20 കൗൺസിലർമാരും വീണ്ടും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം നിയമവാഴ്ചയുടെ വിജയം തന്നെയാണ്. സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് നിയമലംഘനങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് കോടതി ഇതിലൂടെ നൽകുന്നത്. ഭരണഘടന എന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതാവുന്ന ഒന്നല്ല. ജനപ്രതിനിധികളാകുന്നവർ നിയമനിർമ്മാണ സഭകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നിയമം ലംഘിക്കാൻ തുടങ്ങിയാൽ അത് ജനാധിപത്യ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകും. രാഷ്ട്രീയ ലാഭങ്ങൾക്കും വർഗീയ ചേരിതിരിവുകൾക്കും വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഹൈക്കോടതിയുടെ ഈ വിധി വരും കാലങ്ങളിൽ എല്ലാ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനുള്ള ഒരു വലിയ പാഠപുസ്തകമായി നിലകൊള്ളും എന്നതിൽ തർക്കമില്ല.